അടുത്തതായിട്ട് ഏരിയ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം നേരത്തെ നമ്മൾ ഏജ് എന്ന് പറയുന്ന ആ ഫീൽഡിനെ ഡീറ്റെയിലോട്ടാണ് ഡ്രാഗ് ചെയ്തിട്ടിരുന്നത്. അപ്പം ഇപ്പം നമുക്കതിനെ ഈ ഒരു കളറിലോട്ട് ഡ്രാഗ് ചെയ്തിടാം ഏജിൽ. അപ്പം സെയിം ഡാറ്റ സെറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. ഏജിനെ കളറിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. ദെൻ അവരെന്താ അതിൽ ലൈൻ ചാർട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഷേപ്പില് ലൈൻ കൊടുക്കാം. ഓക്കെ, അപ്പം ഓരോ ഏജ് ഗ്രൂപ്പും ഓരോ കളറിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലൈൻ ചാർട്ടിനെ ഓരോ ഏജ് കാറ്റഗറിയുടെ ഇതിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഏജിനെ ലേബലിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഏജിനെ വീണ്ടും ലേബലിലോട്ട് കൊടുക്കുമ്പോൾ അതിനു മുമ്പ് റൈറ്റ് സൈഡിൽ ഷോ മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡുകൾ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാനൊരു ഗ്രാഫ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഏരിയ ചാർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഞാൻ ഈ ഏജിനെ ലേബലിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടു. അപ്പം എനിക്ക് അവിടെ ആ ഒരു ഏജ് ലേബലായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓരോ ഏജ് കാറ്റഗറിയും ഓരോ ഇതിൽ ലേബലായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫിൽട്ടർ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ആദ്യം ജെൻഡറിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജെൻഡറിന്റെ ഫിൽട്ടറിലേക്ക് ആഡ് ചെയ്യാം. രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ദെൻ ഷോ ഫിൽട്ടർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ നേരത്തെ വന്ന പോലെ തന്നെ കാണാൻ പറ്റും. നമുക്ക് ഇതിൽ നിന്ന് നേരത്തെ ഫിൽട്ടർ ചെയ്ത പോലെ മെന്നിന്റെ മാത്രം, അതുപോലെ വിമന്റെ മാത്രം അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കാണണമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, നേരത്തെ ചെയ്ത സെയിം ഫിൽറ്ററിംഗ് ആണ് നമ്മൾ ഇതിലും ചെയ്തത്. ഇനിയിപ്പം നേരത്തെ ചെയ്ത പോലെ ഏജിന്റെ ബേസിൽ വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. സെയിം ഏജിനെ നമുക്ക് വേണമെങ്കിൽ ഫിൽറ്ററിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കാം. നമുക്കിവിടെ ഹൈലൈറ്റ് സെലക്ട് ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ കണ്ടോ ഹൈലൈറ്റ് ആയി വരുന്നതാണ്. നേരത്തെ ഇപ്പൊ നമ്മള് ഷേപ്പിന്റെ ബേസിലാണ് കണ്ടത്, ഇതിപ്പം ഏരിയ ചാർട്ടിന്റെ ബേസിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇത്രയാണ് ഏരിയ ചാർട്ടിൽ വരുന്നത്. അപ്പം ഏരിയ ചാർട്ടിൽ നമുക്ക് ഓരോ ഏജ് ഗ്രൂപ്പിന്റെ ബേസിൽ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഏജ് ഗ്രൂപ്പിനെ ഓരോ കളറിന്റെ ബേസിൽ കാണാൻ പറ്റും. പിന്നെ അതിൽ ഫിൽട്ടർ ഓപ്ഷനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.